അങ്ങനെ നമ്മുടെ വേദിയും വിക്രം കല്യാണ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ യാത്ര തിരിക്കണമല്ലോ നാട്ടിലേക്ക്, നമ്മുടെ അനിയനും കൂട്ടനെയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എന്തായാലും എനിക്കിതിനൊക്കെ പ്രതികാരം തീർക്കണം. അനിയൻ കൂട്ടനെ കുറച്ച് ദിവസം ദ്രോഹിച്ചതിനും എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ദ്രോഹിച്ചതിനൊക്കെ ഞാൻ എന്തായാലും അവരോടൊക്കെ പകരം വീട്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വേദാപ്പൻ്റെ ഇനി ഒന്നിനും പോകണ്ട, നമുക്കിനി സമാധാനത്തിൽ ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയുടെ അച്ഛയും കയറി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അനിയൻകുട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ രണ്ടാൾക്കും വിക്രത്തിനും വേദനും ഒരു ആപത്തും കൂടാതെ അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞത് ഗുണ്ടാളോട്. എന്തായാലും നമ്മുടെ അനിയൻകുട്ടനെ കൊന്ന് ഒടുക്കാനാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ അനിയൻകുട്ടനെ എടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ വിക്രത്തിനാണെങ്കിൽ ഒട്ടും സഹിക്കണില്ല. വിക്രം വേഗം പോയിട്ട് നമ്മുടെ ബെഡിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന കത്തി എടുത്ത് നേരെ വർഷയുടെ അച്ഛൻ്റെ കഴുത്തിലേക്ക് വെക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്ക് വേദ തടയുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. അവരൊരു മലയുടെ മുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദേനെയും വിക്രനെയും പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. നമ്മുടെ അനിയൻകുട്ടനെ കൊല്ലണം എന്നാണല്ലോ, അനിയൻകുട്ടനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സേതു വന്ന് ഇറങ്ങുന്നുണ്ട്. സേതു എന്തായാലും എല്ലാവരും ഇടിച്ച് താഴ്ത്തുന്നുണ്ട്, നമ്മുടെ വിക്രത്തിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്തായാലും വിക്രം എല്ലാവരോടും കൂടി അടിപ്പെടുന്നുണ്ട്. എന്തായാലും വിക്രം പെട്ടെന്ന് പോയിട്ട് ഒരു കുണ്ടിലേക്ക് വീഴാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതു വന്ന് രക്ഷപ്പെടുത്തിയിട്ട് വിക്രത്തിനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ നമ്മുടെ വിക്രത്തിന് കൊല്ലല്ലാതെ നിർത്തിയില്ല, അതുകൊണ്ട് എന്തായാലും കൊല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ ആകെ ഞെട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് പോലീസ് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. കോടതിയിൽ വെച്ച് ദർശൻ കുറേ വാദിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കാൻ പറ്റണില്ല. വിക്രത്തിന് 6 കൊല്ലം ശിക്ഷിക്കുന്നുണ്ട് നമ്മുടെ ജഡ്ജ്. എന്തായാലും വേദയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വിക്രത്തിനെ ഒട്ടും രക്ഷിക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാത്ത സങ്കടപ്പെടുന്നുണ്ട്. എന്തായാലും വേദയ്ക്ക് വിക്രത്തിനെ രക്ഷിക്കാൻ പറ്റണില്ല. എന്തായാലും വിക്രം ജയിലിലേക്ക് പോകേണ്ട. ആ സമയത്ത് വേദയാണെങ്കിൽ ഗർഭിണിയാവുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദ ഗർഭിണിയാണെന്നൊന്നും അറിയണില്ല. നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ഏട്ടനെ കൊന്നുള്ള ദേഷ്യം ഒട്ടും നമ്മുടെ വിക്രത്തിനോട് മാറണില്ല. എന്തായാലും വിക്രം 6 കൊല്ലം ശിക്ഷ അനുഭവിച്ചിട്ട് ജയിലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. എന്തായാലും കുറേ കഴിയുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വിക്രമും ആ പെൺകുട്ടിയായിട്ട് അടുക്കുന്നുണ്ട്. എന്തായാലും അച്ഛനും മകളാണെന്നറിയാതെ കുറേ കാലം അങ്ങനെ കഴിയുന്നുണ്ട്. ഇതുപോലുള്ള മുൻകൂട്ടി പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.